Students, now let's discuss the chapter in the attic. So this is part second. So part ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം പാർട്ട് സെക്കൻഡിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് വരിക. സോ പാർട്ട് ഫസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. സോ നൗ ലെറ്റ്സ് ഡിസ്കസ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. But my hiding place was well chosen. No one ever thought of searching the loft. അതായത് ഇയാൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അല്ലേ, ആ ഒരു ലോഫ്റ്റിൽ, ആ ഒരു മേൽത്തട്ടിൽ, ആ ഒരു അറയിൽ ഇയാൾ ഒളിച്ചിരിക്കുക തന്നെയാണ്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചൂസൺ. ഇയാൾ പറയുകയാണ് ഞാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ആ ഒരു ഹൈഡിങ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, വെൽ ചൂസൺ. അതായത് നല്ലൊരു സ്ഥലം തന്നെയാണ്, തിരഞ്ഞെടുത്തിൽ വെച്ച് നല്ലൊരു ബെസ്റ്റ് ഹൈഡിങ് പ്ലേസ് തന്നെയാണ് ഇതെന്ന് പറയുകയാണ്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഈ ആറ്റിക്കിലേക്ക് എല്ലാവരും കടന്നൊക്കെ വരും, പക്ഷേ ആരും ഈ ലോഫ്റ്റിലേക്ക്, ഈ ഒരു മേൽത്തട്ട് പരിശോധിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് പറയുകയാണ്. ഓൺ 12th December ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അപ്പോൾ 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതിയാണ് ഈ ഓഫീസർ അവസാനമായിട്ട് ഇയാളെ കാണാൻ വേണ്ടി വരുന്നത്. ഹീ ബ്രൗട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് before and a warm eiderdown. അപ്പോൾ ഇയാൾ വന്ന സമയത്ത് ഇയാൾ കൊണ്ടുവന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രെഡ് കൊണ്ടുവന്നു. മുമ്പ് കൊണ്ടുവന്നതിനേക്കാളും ഒരുപാട് ബ്രെഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ആൻഡ് എ വാം എയ്ഡഡ് ഡൗൺ. ഈ എയ്ഡഡ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തൂവൽ മെത്തയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എയ്ഡഡ് ഡൗൺ എന്ന് പറയുക. അപ്പോൾ ഇയാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തൂവൽ മെത്തയും ഇയാൾ കൊണ്ടുവന്നു. He told me he was leaving Warsaw with his detachment and I must on no account lose heart. അപ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടം വിടുകയാണ്. അതായത് ഈ വാർസോ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ്, പ്ലേസാണത്. അപ്പോൾ ഞാൻ വാർസോ വിടുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വാർസോ വിടുകയാണ്, ഞാനും എൻ്റെ ഡിറ്റാച്ച്മെൻറ്റ്, വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഈ ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നിയുക്ത സൈന്യം. അപ്പോൾ ഞാനും എൻ്റെ സൈന്യവും ഇവിടുന്ന് വിടുകയാണ്, ഇവിടുന്ന് പോകുകയാണ് എന്നുള്ളത് അയാൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട സമയത്ത് പിന്നെ നമ്മുടെ നെറേറ്റർ, ഒളിച്ചിരിക്കുന്ന നമ്മുടെ നെറേറ്റർ സ്പിൽമാന് ചോദിക്കുകയാണ്, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്. ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ സർവൈവ് ചെയ്യുക നിങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ? ഐ ആസ്കഡ് ആങ്ഷ്യസ്ലി. വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് ഞാനത് ചോദിച്ചു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ ഫോർ ഓവർ 5 years, ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ഇൻഫേർണോ സർവൈവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ഈ ഇൻഫേർണോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു ഹെൽ എന്നുള്ള മീനിങ്ങിലാണ്. ഈ ഒരു നരകം നമ്മൾ കഴിഞ്ഞ 5 വർഷം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, നമ്മൾ 5 വർഷം സർവൈവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. തീർച്ചയായിട്ടും ദൈവം ഒരു വഴി നമുക്ക് കാണിച്ചു തരും ജീവിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പായിട്ട് തീർച്ചയായിട്ടും ദൈവം ഉണ്ടായിരിക്കും എന്നുള്ള മീനിങ്ങിൽ അദ്ദേഹം സംസാരിച്ചു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻ്റ്ലി. അപ്പോൾ പക്ഷേ പെട്ടെന്ന് പിന്നെ നമ്മളുടെ സ്പിൽമാൻ എന്ത് ചെയ്യാണ്, ഇയാളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, ലിസൺ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, ശ്രദ്ധിക്കൂ. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാൻ നിങ്ങളോട് ഇതുവരെ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിഡൻറ്റ് ആസ്ക് മീ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷേ നിങ്ങളത് ഓർക്കണം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. ആർക്കറിയാം എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം എന്ന് പറയുകയാണ്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. ഇഫ് ഐ സർവൈവ് ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. അപ്പം ഞാൻ ഈ ഒരു ഫൈറ്റിൽ നിന്നും ഞാൻ സർവൈവ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുക എവിടെയായിരിക്കും? പോളിഷ് റേഡിയോയിലായിരിക്കും വീണ്ടും ഞാൻ ജോലിക്ക് കയറുക. അപ്പോൾ ഇയാൾ പോളിഷ് റേഡിയോയിലാണ് ജോലി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐ വാസ് ദർ ബിഫോർ ദ വാർ. ഞാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, എനിക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, റിമെമ്പർ മൈ നെയിം, എൻ്റെ ഈ പേര് നിങ്ങൾ മറക്കാതെ ഓർത്തു വയ്ക്കുക. സ്പിൽമാൻ എന്നാണ് എൻ്റെ പേര്. പോളിഷ് റേഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇതൊന്ന് ഓർത്തുകൊള്ളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത്
ഓഫീസർ ചിരിച്ചു. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഒരു യൂഷ്വൽ സ്മൈൽ, ഒരു സ്മൈൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഹാഫ് ഷൈ, ഇയാൾക്ക് കുറച്ച് ഒരു നാണമൊക്കെ വന്നു. ആൻഡ് എംബറാസ്ഡ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ചമ്മിയെ പോലെ ഇങ്ങനെ നിന്നു ഇയാൾ. ഓക്കെ, ദെൻ ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലെഷർ വിത്ത് മൈ നേവ് വിഷ് ടു ഹെൽപ്പ് ഹിം. ഈ നേവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നസെൻറ്റ്, അതായത് വളരെയധികം നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് ഇയാൾ ഈ ഹെൽപ്പ് ഓഫർ ചെയ്തത്. സോ അത് അയാൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി എന്ന് പറയുകയാണ്. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദി മിഡിൽ ഓഫ് ഡിസംബർ. സോ ഡിസംബറിൻ്റെ ഏകദേശം മിഡിലായപ്പോഴേക്കിനും ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ്, അതായത് നല്ല മഞ്ഞുകാലം വന്നു എന്ന് പറയുകയാണ്. ഫ്രോസ്റ്റ് മഞ്ഞുകാലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ക്രിസ്മസ് കെയിം, ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. അപ്പോൾ ഇയാൾ പിന്നെ തട്ടിൻപുറത്തുള്ള ആ ഒരു അറയിൽ നിൽക്കുന്ന സമയത്താണ് ഡിസംബർ മാസം കടന്നു പോകുന്നതും ക്രിസ്മസ് കടന്നു പോകുന്നതും ന്യൂ ഇയർ കടന്നു പോകുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഏകാന്തനായിട്ട് ഇയാൾ ആ ഒരു ലോഫ്റ്റിൽ അയാൾ ഒറ്റയ്ക്ക് അവിടെ കഴിച്ചു കൂട്ടുകയാണ്. ഐ ലേ ഇൻ ദ ഡാർക്ക്, ആ ഒരു ഇരുട്ടിൽ ഞാൻ അവിടെ കിടന്നു. ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്, വീശുന്ന കാറ്റ്, അതിൻ്റെ സൗണ്ടും കേട്ടുകൊണ്ട്. സ്റ്റോമി വിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കൊടുങ്കാറ്റാണ്. അപ്പോൾ നല്ല പവർഫുള്ളായിട്ട് വീശുന്ന ആ കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ആ ഇരുട്ടിൽ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നു. ഐ ഹേർഡ് ദ സ്ക്വേക്കിംഗ് ആൻഡ് റെസ്ലിംഗ് ഓഫ് റാറ്റ്സ്. അതേപോലെ തന്നെ എലികളുണ്ട് മച്ചും പുറത്ത്. ഈ സ്ക്വേക്കിംഗ് ആൻഡ് റെസ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മൂവ്മെൻറ്റ്സ് ആണ്, അവരുടെ ശബ്ദങ്ങളാണ്. സ്ക്വേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒച്ചയാണ്, അതായത് അവരുടെ സൗണ്ട്, ചിലയ്ക്കുന്ന സൗണ്ടുകളാണത്. അതുപോലെ തന്നെ റെസ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഞരക്കം, ഗ്രൗണിങ്. അപ്പോൾ ഇത് എലികളുടെ ഞരക്കവും സൗണ്ടും ഒക്കെ കേട്ടുകൊണ്ട് അവിടെ കിടന്നു. ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. അപ്പോൾ ആ ഒരു ആറ്റിക്കിൽ, ആ ഒരു മച്ചിൻ്റെ പുറത്ത് എലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാനും അവിടെ കിടന്നു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. സോ ഇനി ഇയാൾ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇയാളുടെ മനസ്സിൽ പിന്നെ ക്രിസ്മസ് അതൊക്കെ ഇയാളുടെ മൈൻഡിൽ വരികയാണ്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഇയാളുടെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു, യുദ്ധസമയത്തുള്ള ഈ ക്രിസ്മസ് എങ്ങനെയാണൊക്കെ ഇയാൾ ചിന്തിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, എനിക്കൊരു വീടുണ്ടായിരുന്നു. പാരൻസ് ഉണ്ടായിരുന്നു. 2 sisters, 2 sisters ഉണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, ഒരു ബ്രദറും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനി മോർ. പിന്നീട് ഞങ്ങൾക്ക് ആ വീട് നഷ്ടപ്പെട്ടു. അതായത് ഈ യുദ്ധം വന്നപ്പോൾ, ജർമ്മൻ സൈന്യത്തിനെ പേടിച്ച് ജൂതമതക്കാർക്ക് എല്ലാം വിട്ട് ഓടേണ്ടി വന്നപ്പോൾ തങ്ങൾക്ക് വീടും നഷ്ടപ്പെട്ടു. ബട്ട് വി വേർ ടുഗെദർ, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ, ശേഷം ഐ വാസ് അലോൺ, പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ, പക്ഷേ എപ്പോഴും എനിക്ക് ചുറ്റും പല ആൾക്കാരും ഉണ്ട്. ആൻഡ് നൗ ഐ വാസ് ലോൺലിനർ, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഈ ലോൺലിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകാന്തതയാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഐ സപ്പോസ്ഡ്, ഞാൻ കരുതുന്നു. ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ്, അതായത് ഈ ഭൂമിയിൽ മറ്റാരെക്കാളും ഞാൻ ഏകനാണ് എന്ന് അയാൾ പറയുകയാണ്. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. എനിക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ ഈ ഏകാന്തത ഞാൻ അനുഭവിച്ചേ മതിയാകൂ എന്നയാൾ പറയുകയാണ്. ഓൺ 14th January, unusual noises in the building and the street outside woke me. സോ ജനുവരി 14 ഇയാൾ കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള നോയ്സസ്, പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്നും അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സൗണ്ടുകളും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഇയാൾ കേൾക്കുകയാണ്. ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് ഇയാൾ എണീക്കുന്നത് തന്നെ. സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. സോ സോൾജിയേഴ്സ് ഓടിക്കയറി വരുന്നുണ്ട് ഈ മച്ചും പുറത്തേക്ക്, അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നുമുണ്ട്. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. ഈ അജിറ്റേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഫീലിംഗ് ട്രബിൾഡ് ഓർ നെർവസ്. ഇയാൾ ആകെ പേടിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അജിറ്റേറ്റഡ് എന്നുള്ള വാക്കുകൊണ്ട്. ഓക്കെ, സോ early in the morning of 15th January, the sound of artillery from the previously silent front was heard. അതായത് പിറ്റേ ദിവസവും ഈ സൗണ്ട് കേട്ടു എന്ന് പറയുകയാണ്. പിറ്റേ ദിവസവും ആർട്ടിലറി സൗണ്ട് കേൾക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു ആർട്ടിലറി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിലറിയുടെയൊക്കെ സൗണ്ടുകൾ കേട്ടു, പിറ്റേ ദിവസവും കേട്ടു.
and the ground and the walls of the building shook under the constant dull thunder. ഈ ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു എന്ന് പറയുകയാണ്. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ടും ചുമരുകളും ഒക്കെ ആ ഒരു ശബ്ദത്തിൽ, ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫയറിങ്ങിൻ്റെ ഒക്കെ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ്റെ ഒക്കെ ഒരു പ്രകമ്പനം ആ ബിൽഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു എന്ന് പറയുകയാണ്. 3 hours later the heavy ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ എഗെയിൻ. ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം ആ ഹെവി ആയിട്ടുള്ള ആ ആർട്ടിലറി ഫയറിങ്, ആ തോക്കുകളുടെയൊക്കെ ആ ഒരു ഫയറിങ്, പീരങ്കികളുടെയൊക്കെ ആ ഒരു ഫയറിങ് എന്ന് പറഞ്ഞത് നിലച്ചു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷേ ഞാൻ അപ്പോഴും നെർവസ് ആയിരുന്നു. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. ഏത് നിമിഷവും വീണ്ടും സ്ട്രീറ്റ് ഫൈറ്റിംഗ് തുടങ്ങും. ആൻഡ് ഐ കുഡ് ബി കിൽഡ്. എന്നെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് കൊല്ലുകയും ചെയ്യും. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. ആ രാത്രി പീസ്ഫുള്ളി കടന്നുപോയി. അറൗണ്ട് 1 o'clock, ഏകദേശം 1 മണിയായപ്പോൾ ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ബാക്കിയുള്ള ജർമൻസുകളൊക്കെ ആ ബിൽഡിങ്ങിൽ നിന്നും പോകുന്ന ശബ്ദവും മറ്റു കാര്യങ്ങളും ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. വീണ്ടും നിശബ്ദത വന്നു. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊന്നും ഗാർഡ്സിൻ്റെ, ജർമ്മൻ സൈന്യത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. നോട്ട് അൺടിൽ ദ ഏർലി ഹവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസോണൻറ്റ് നോയ്സ്. ഈ റെസോണൻറ്റ് നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണ്ടർ, ഭയങ്കരമായിട്ടുള്ള മുഴക്കം. ഓക്കെ, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. അതായത് വീണ്ടും ഭയങ്കര ഇടിമുഴക്കം പോലെയുള്ള സൗണ്ട് കേട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്, പുറത്തുനിന്നും ഫയറിങ്ങിൻ്റെയും പീരങ്കികളുടെയും തോക്കുകളുടെയൊക്കെ ശബ്ദം, അതല്ലെങ്കിൽ എക്സ്പ്ലോഷൻ്റെ പൊട്ടിത്തെറിയുടെ ശബ്ദം, ജർമ്മൻ ഗാർഡ്സ്, ജർമ്മൻ സൈന്യം, അവരുടെ ഫുഡ് സ്റ്റെപ്പ്, അതിൻ്റെ ശബ്ദം ഒക്കെ ഇയാൾ കേട്ടുകൊണ്ട് അവിടെ ആ ഒരു ലോഫ്റ്റിൽ, ആ ഒരു ആറ്റിക്കിലുള്ള ലോഫ്റ്റിൽ പേടിച്ച് ഇരിക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുകയാണ് അവിടെ. Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവേർ നിയർ ബൈ. അതായത് അടുത്തുനിന്നുള്ള എവിടുന്നോ ഒരു സ്ഥലത്തു നിന്ന് ഇയാളൊരു റേഡിയോ ലൗഡ് സ്പീക്കറിൽ ഇയാൾ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി. എന്താ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക. അപ്പോൾ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. ലിബറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്വതന്ത്രം ആവുക, അല്ലെ സ്വാതന്ത്ര്യം നേടുക, അല്ലെങ്കിൽ ഫ്രീ ആവുക. സോ ഈ പറയുന്ന വാർസോ എന്ന് പറയുന്ന പ്ലേസ്, ആക്ച്വലി ഈ വാർസോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് പോളണ്ട് ആണ്. അപ്പോൾ അവിടെയാണ് ഇയാൾ ഒളിച്ച് ഇരിക്കുന്നത്. ആ ഒരു മച്ചിൻ്റെ പുറത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ വാർസോയിലാണ് ഇയാൾ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്ലേസ്, അതിന് ലിബറേഷൻ കിട്ടിയിരിക്കുന്നു, അത് ഫ്രീ ആയിട്ടുണ്ട്, ജർമ്മൻ സൈന്യം അവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു അനൗൺസ്മെൻറ്റ്, ഒരു റേഡിയോ അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ് ഇയാൾ.